ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ ഒന്ന് തെന്നി വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാലിന് വേദനയൊക്കെ എടുത്തിട്ട് നല്ല നടുവേദനയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് നന്ദിനീനെ ഒന്ന് വട്ടുകളിപ്പിക്കാനായിട്ട് അഭിനയിച്ചിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. എനിക്ക് എഴുന്നേക്കാനോ നടക്കാനോ ഒന്നും പറ്റുന്നില്ല, ഭയങ്കര പെയിനാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ റെസ്റ്റ് എടുക്കുകയാണ്. ഈ സമയം കമലാമ്മയാണെങ്കിൽ നന്ദിനിയോട് പറയുന്നുണ്ട്, നന്ദിനി, വേദമോക്കാണെങ്കിൽ കാല് കുത്താൻ പോലും വയ്യ, അപ്പോൾ നീ അവരുടെ റൂമൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഇങ്ങനെ പറയാട്ടോ. അമ്മ എന്താ ഈ പറയുന്നത്? അവളുടെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഞാനോ? എന്താ നന്ദിനി, നിനക്ക് വയ്യെങ്കിൽ ഞാൻ ചെയ്യാം. ഓ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം പറഞ്ഞിട്ട് കമലാമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് നന്ദിനി വന്നിട്ട് വേദയുടെ റൂമിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദിനിയെ കാണുമ്പോഴേക്കും വേദ പെട്ടെന്ന് തന്നെ വീണ്ടും അനങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് കെട്ടിലമ്മയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ചാഞ്ഞങ്ങ് കിടന്നാൽ മതിയല്ലോ, ഇവിടെ എല്ലാം ഇപ്പോൾ കൊണ്ടുതരാനും റൂം ക്ലീൻ ചെയ്യാനും ഒക്കെ വേലക്കാരികളുണ്ടല്ലോ, എന്താ സുഖം അല്ലേന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, സത്യം പറയാലോ നന്ദിനിയേട്ടത്തി, എന്താ സുഖം, ആഹാ ഇങ്ങനെ കിടക്കുമ്പോൾ നന്ദിനിയേട്ടത്തി വന്ന് എൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണെന്ന് ഇങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, അതെ നിന്റെ റൂമല്ല, ഞാൻ വിക്രമിൻ്റെ റൂമാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നത്, അതും അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം എന്നിങ്ങനെ പറയാട്ടോ. എന്തായാലും എൻ്റെ ഭർത്താവിൻ്റെ റൂം എൻ്റെ കൂടിയല്ലേ, പിന്നെ എന്തിനാ നന്ദിനിയേട്ടത്തി ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ നന്ദിനി മുഖമൊക്കെ ഇങ്ങനെ വല്ലാതെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് റൂം ഇങ്ങനെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. ദേഷ്യപ്പെട്ടിട്ട് ടേബിളൊക്കെ ഇങ്ങനെ വലിച്ചു നീക്കിയിട്ടിട്ടാണ് നന്ദിനി തൂക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ വേദ പറയുന്നുണ്ട്, ആഹാ ഇതിനാണോ നന്ദിനിയേട്ടത്തി രാജയോഗം എന്ന് പറയുന്നത്? കിടക്കുന്നിടത്ത് ഭക്ഷണവും വെള്ളവും എല്ലാം ഇവിടെ വരും, പിന്നെ ബാത്റൂമിൽ പോകാനും വാഷ്റൂമിൽ പോകാനും ഒക്കെ എൻ്റെ വിക്രമാണെങ്കിൽ എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും, എന്താ സുഖമല്ലേ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും നമ്മുടെ നന്ദിനിയാണെങ്കിൽ വിക്രം നിന്നെ വാഷ്റൂമിൽ പിടിച്ചോണ്ട് പോയോ? അല്ലാതെ പിന്നെ ഭാര്യ വീണ് കിടക്കുമ്പോൾ ഭർത്താവല്ലേ പിടിച്ചോണ്ട് പോകേണ്ടത്? അതെന്ത് ചോദ്യം നന്ദിനിയെടുത്തി? പിന്നെ വിക്രം വേണമെങ്കിൽ നിന്നെ പിടിച്ചോണ്ടൊന്നും പോയി കാണില്ല എന്നിങ്ങനെ പറയാട്ടോ. അതെ, ഇനി ഇത്തിരി കഴിയുമ്പോൾ ഞാൻ പോകുമ്പോൾ വിളിക്കാം, അപ്പോൾ എൻ്റെ വിക്രം പിടിച്ചോണ്ട് പോകുന്നത് കാണിക്കാനായിട്ട് നന്ദിനിയെടുത്തി ഓടി വരാട്ടോ എന്നിങ്ങനെ പറയാട്ടോ. പിന്നെ നിന്നെ ബാത്റൂമിൽ പോകുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്, ഒന്ന് പോടിയെന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട്, പിന്നെ വേണമെങ്കിൽ ആ കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ നിന്നെ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്ത് കാണും, അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, നന്ദിനിയേട്ടത്തിക്ക് അറിയോ, നിങ്ങൾ ആരും അന്ന് വീട്ടിലില്ലാതിരുന്ന ദിവസമേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ കുസൃതിയായിരുന്നെന്നറിയോ? എനിക്കത് പറയാൻ നാണമാവുന്നു എന്നിങ്ങനെ പറയാം കേട്ടോ. ഇത് കേട്ടിട്ട് നന്ദിനി ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുന്നുണ്ട്. എന്താ ഞങ്ങളില്ലായിരുന്നപ്പോൾ ഇവിടെ സംഭവിച്ചത്? ഒന്ന് പോ നന്ദിനിയേട്ടത്തി, ഭാര്യയും ഭർത്താവും തനിയായിരിക്കുമ്പോൾ എന്താ സംഭവിക്കാറുള്ളത്? പിന്നെ എനിക്കിപ്പോൾ ഒരു സംശയം, അടുത്ത കുട്ടി വിക്രം ഉടനെ തന്നെ വരുമോ എന്നിങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാണത്തോടു കൂടി വിക്രം നമ്മുടെ വേദ നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ നന്ദിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വേദ പറയുന്നുണ്ട്, അതെ വിക്രത്തിന് എന്നോട് എന്ത് സ്നേഹമായിരുന്നെന്നറിയോ, ഞങ്ങൾ തമ്മിൽ അറിയാണ്ട് ഒരുപാട് അങ്ങ് അടുത്തു പോയി എന്നിങ്ങനെ പറയാട്ടോ. മതി നിർത്ത്, എനിക്ക് നിന്റെ കള്ളക്കഥകളൊന്നും കേൾക്കാനായിട്ടേ നേരമില്ലെന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ വേദ അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് രാത്രിയാകുമ്പോഴേക്കും വിക്രം കയറി വരുന്നുണ്ട് കേട്ടോ. കമലമ്മ ചോദിക്കുന്നുണ്ട്, മോനെ ചോറ് എടുക്കട്ടെ? വേണ്ടമ്മേ, എനിക്കിപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കമലമ്മ പറയുന്നുണ്ട്, മോനെ വേദയ്ക്കാണെങ്കിൽ കാല് കുത്താനേ പറ്റുന്നില്ല, മോടെ കാലൊന്ന് നീ ഇത്തിരി തൈലം ഇട്ട് തിരുമ്മി കൊടുക്കുന്നിങ്ങനെ പറയാം കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, പിന്നെ ആ വേതാളത്തിൻ്റെ കാല് ഞാൻ തിരുമ്മി കൊടുക്കാനോ? അമ്മയ്ക്ക് എന്താന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നാൽ നമ്മുടെ വിക്രം റൂമിലേക്ക് ചെന്ന് കയറുമ്പോഴേക്കും വേദയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ എനിക്ക് കാൽവേദന എടുത്തിട്ട് വയ്യ, എൻ്റെ കാൽവേദനയാണേ, അയ്യോ അമ്മേ ഇങ്ങനെ കാറുകയാണ് കേട്ടോ. ഈ സമയം വിക്രമാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വിക്രമിൻ്റെ കട്ടിലാണ് വേദ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് താഴെ വിരിച്ചിട്ട് നമ്മുടെ വിക്രം അവിടേക്ക് കിടക്കുകയാണ് കേട്ടോ. എന്നാൽ മാഷാണെങ്കിൽ കമലാമ്മ കാല് തിരുമ്മി കൊടുക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കമലാമ്മയോടായിട്ട് പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ ആ കുട്ടീനെ അവന് കാണുന്നത് പോലും ഇഷ്ടമല്ല, പിന്നെയാണോ ഇപ്പോൾ കാല് തിരുമ്മി കൊടുക്കാൻ പറയുന്നത്? എന്തായാലും ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. എന്തായാലും നീ നിന്റെ മോനതൊന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെ പറയാട്ടോ.
എന്നിട്ട് മാഷ് പറയുന്നുണ്ട്, കമലേ നീ ഒരു കാര്യം ചെയ്, എന്തായാലും പാവം കുട്ടി നല്ല പെയിൻ ഉണ്ടായിരിക്കും, ആ തൈലം എടുത്തുകൊണ്ട് പോയിട്ട് നീ തന്നെ അങ്ങ് തിരുമ്മി കൊടുക്കുന്ന ഇങ്ങനെ പറയാട്ടോ. ഇത് കേട്ടിട്ട് കമലാമ്മയാണെങ്കിൽ എന്താ മാഷ് തന്നെയാണോ ഈ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാട്ടോ. അപ്പം മാഷാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീടായിട്ട് കാണിക്കുന്നത് വേദയാണെങ്കിൽ തനിയെ എഴുന്നേറ്റിരുന്നിട്ട് അയ്യോ കാല് വേദനിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇരുന്ന് തിരുമ്മുക കേട്ടോ. എന്നിട്ട് വേദയാണെങ്കിൽ ഇങ്ങനെ തൈലം എടുത്തിട്ട് തനിയെ പുരട്ടാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ആഞ്ഞിരുന്ന് അയ്യോ അമ്മേ വേദനിച്ചിട്ട് വയ്യേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുരട്ടാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രമാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. നാശം, പാതിരാത്രിയായാലും ഒന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല എന്നിങ്ങനെ പറയാട്ടോ. പിന്നെ വേദ ഇങ്ങനെ ഉറക്കെ കരയാണ്, അയ്യോ അമ്മേ എൻ്റെ കാലേ വേദനിക്കുന്നേ. ഇത് കേട്ടിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ പ്രശ്നം, മനുഷ്യന് ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങണമെന്നിങ്ങനെ പറയാട്ടോ. അതെ എൻ്റെ കാല് വേദനിക്കുന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്, എൻ്റെ കാലൊന്ന് വിട്ട് തിരുമ്മി തന്നൂടെ മനുഷ്യ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും പിന്നെ ഞാൻ നിന്റെ കാല് തിരുമ്മി തരാൻ നിന്റെ വേലക്കാരനൊന്നും അല്ലല്ലോ, അതിന് എൻ്റെ പട്ടി വരുമെന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, ഏയ് പട്ടിയൊന്നും എൻ്റെ കാല് തിരുമാൻ പറ്റില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തിരുമ്മി തരാമെന്നിങ്ങനെ പറയാട്ടോ. വിക്രമാണെങ്കിൽ അവസാനം സഹികെട്ടിട്ട് നമ്മുടെ വേദയുടെ കാല് തിരുമ്മി കൊടുക്കാനായിട്ട് പോയി ഇരിക്കുന്നുണ്ട്. അങ്ങനെ കമലാമ്മയാണെങ്കിൽ ഈ സമയം നമ്മുടെ വേദയുടെ കാല് തിരുമ്മി കൊടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പുറത്തു നിന്ന് വിക്രം ഇങ്ങനെ കാല് തിരുമ്മി കൊടുക്കുന്നത് കാണുക കേട്ടോ. ഇത് കണ്ട് കമലാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ കമലാമ്മ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. കമലാമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോഴേക്കും വിഷയം ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ അവിടെ വേദയുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും പ്രശ്നമാണോ, വീണ്ടും വിക്രം എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, ഏയ് അതൊന്നുമല്ല, നിനക്കൊരു സൂത്രം കാണണമെങ്കിൽ ഇങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിശ്വനെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ കമലാമ്മ. എന്നിട്ട് കമലാമ്മയും വിശ്വനും കൂടി ഇങ്ങനെ മറിഞ്ഞു നിന്ന് നോക്കുമ്പോൾ വേദിയുടെ കാലിൽ തൈലം വിട്ട് കൊടുക്കുന്ന വിക്രമിനെ കാണുക കേട്ടോ. അപ്പോഴേക്കും അമ്പട കൊള്ളാമല്ലോ, ഇവന് വേദയുടെ കാല് തിരുമ്മി കൊടുക്കുന്നോ, എന്നിട്ട് പുറമേ എല്ലാവരോടും വേദയോട് ഇഷ്ടമില്ല, ഭയങ്കര ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ നടക്കുന്നതെന്ന് ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, എന്തായാലും അതൊക്കെ മാറും, വേദമോളെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാന്ന് പറയാട്ടോ. ഇത് കേട്ടിട്ട് വിഷു ഇങ്ങനെ നോക്കുമ്പോഴേക്കും വിക്രം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. വിക്രമിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചമ്മലാകുകയാണ്. വിക്രം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് മാറിയിരിക്കുന്നുണ്ട് കേട്ടോ. ഏയ് കുഴപ്പമില്ല, ഭാര്യയുടെ കാലൊന്നും തിരുമ്മി കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയേക്കാവേ എന്ന് പറഞ്ഞിട്ട് വിശ്വ അവിടെ നിന്ന് കമലാമ്മയും കൂട്ടി പോവാണ് കേട്ടോ. അങ്ങനെ നാണം കെട്ടു, നീ നാശം കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു പോയല്ലോ എന്നിങ്ങനെ പറയാട്ടോ. അതെ, ഭാര്യയുടെ കാല് തിരുമ്മി കൊടുക്കുന്നത് നിങ്ങൾക്ക് അത്രയ്ക്ക് നാണക്കേടാണോ എന്നിങ്ങനെ വേദ ചോദിക്കാട്ടോ. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, മതി, ഒന്ന് മിണ്ടാതെ കിടന്നുറങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ തിരിഞ്ഞ് അവിടെ നിന്ന് കിടന്നുറങ്ങുകയാണ്. പിന്നീടായിട്ട് കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ് കേട്ടോ. ശ്രീകാന്താണെങ്കിൽ വേദ ഇനി ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് തിരികെ വരില്ലെന്ന് മനസ്സിലാക്കി സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അതിനായിട്ട് ശങ്കരനാരായണനെ വേദയെ എത്രമാത്രം വെറുപ്പിക്കാവോ അത്രത്തോളം ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേദയെ അകറ്റാനുള്ള ശ്രമത്തിലാണ്. സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലാക്കാനായിട്ട് ഷോപ്പിങ്ങിലൊക്കെയാണ് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് രാവിലെ തന്നെ വേദയാണെങ്കിൽ ഇങ്ങനെ ഒത്തി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ നന്ദിനി മുറ്റത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രു, എനിക്ക് കാല് കുത്താൻ പറ്റുന്നില്ല, എന്നെ ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നിങ്ങനെ പറയാട്ടോ. വിക്രം നാശെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദയനെ ഇങ്ങനെ തോളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോഴേക്കും വേദയാണെങ്കിൽ ഭയങ്കരമായിട്ട് അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് കാലിങ്ങനെ ഒത്തിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ണും തള്ളി ഇങ്ങനെ നിന്ന് നന്ദിനി നോക്കുന്ന കാണുമ്പോഴേക്കും വേദ ഒന്നും കൂടി ഇങ്ങനെ വിക്രമിനെ ചേർന്ന് നിന്നിങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ അതിൻ്റെ ബാത്റൂമിൻ്റെ വാതുക്കൽ വരെ കൊണ്ട് നിർത്തിയിട്ട് വിക്രം ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോഴേക്കും വേദയാണെങ്കിൽ ചുമ്മാ നിന്നിട്ട് കാലൊക്കെ കുത്തി ഇങ്ങനെ ഡാൻസ് കളിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ നന്ദിനീനെ. ഇത് കണ്ടിട്ട് എടീ നിന്റെ കള്ളത്തരമായിരുന്നു ഇത് മുഴുവനല്ലേ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ പറയാട്ടോ. ഇത് ഇതിൻ്റെ അഭിനയമായിരുന്നല്ലേ, ഞാൻ ഇതെല്ലാവരോടും ഇപ്പം തന്നെ പറയും, അമ്മേന്ന് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അയ്യോ ഈ നന്ദിനി ചേച്ചി ഇത്രയ്ക്ക് മണ്ടിയാണോ, എല്ലാവരും വരുമ്പോൾ വീണ്ടും ഞാൻ എൻ്റെ കാല് വയ്യാത്തതുപോലെ തന്നെ നടക്കും. നന്ദിനിയേട്ടത്തി പറയുന്നത് ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് പാട്ടും പാടി വേദ ബാത്റൂമിലേക്ക് പോവാണ് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത്
മാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. മാഷ് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ്. പിന്നെ ഞെട്ടുന്നത് പോലെയൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന കണ്ടിട്ട് കമലാമ്മ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ മാഷെ, എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മാഷ് കുറച്ചു നേരം ഇങ്ങനെ സംസാരിക്കാതെ നിന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണെന്നാണ് പറഞ്ഞത്, എന്തായാലും പെട്ടെന്ന് തന്നെ പോകണം, എല്ലാവരോടും റെഡിയാവാൻ പറയുന്ന ഇങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും കമലാമ്മ ഇങ്ങനെ പൊട്ടിക്കരയാണ്, അയ്യോ ഞാൻ മിനിങ്ങാന്നും കൂടി അമ്മയോട് സംസാരിച്ചതേ ഉള്ളൂ, എന്നിട്ട് യാതൊരു കുഴപ്പമില്ലായിരുന്നല്ലോ, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് കമലാമ്മ ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, നീ എന്തായാലും എല്ലാവരും റെഡി ആവാൻ പറ, അമ്മയുടെ അടുത്തേക്ക് എല്ലാവരും കൂടി പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അച്ഛമ്മയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അച്ഛമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴേക്കും അച്ഛമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത് കാണുമ്പോഴേക്കും നന്ദിനി ആണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, ഈ കിളവിക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ, എന്നിട്ടാണോ ഇവർ ചാവാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് എല്ലാവരും കൂടി അലമുറയിട്ട് കരയുന്നത് കണ്ടത്, ഇവർക്ക് ചാവാനും പോകുന്നില്ലെന്നിങ്ങനെ നന്ദിനി മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയാണെങ്കിൽ കൂളായിട്ട് ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോഴേക്കും വിനായകൻ ചോദിക്കുന്നുണ്ട്, അയ്യോ അമ്മ പിന്നെ മുത്തശ്ശി ചാവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് മരിക്കാറൊന്നും ആയില്ലേ എന്നിങ്ങനെ ചോദിക്കാട്ടോ. എന്താടാ പറഞ്ഞത്, നിന്നെ കയ്യിലും പ്രായമുണ്ടെന്ന് പറഞ്ഞാലും നിന്നെ കയ്യിലും ചെറുപ്പമാടാ ഞാൻ, എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ല, ഇത് കണ്ടില്ലേ ഞാൻ പളുങ്കു പോലെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈപടിച്ചിട്ട് നമ്മുടെ അച്ഛമ്മ നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് മാഷ് പറയുന്നുണ്ട്, എന്താ അമ്മ ഇത്, ഈ മനുഷ്യനെ വെറുതെ ടെൻഷൻ അടുപ്പിച്ച് കഴിഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ മനുഷ്യനെ വരുത്തുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, അല്ല മോനെ, അല്ലടാ നിന്നെയൊക്കെ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞാൽ നീ ഒന്നും വരില്ല, എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടാനായിട്ട് എനിക്കിപ്പോൾ ഇതാ ബുദ്ധി തോന്നിയത്, എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ സുധാകരൻ മാഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ഈ സമയം വിക്രം പറയുന്നുണ്ട്, ഇല്ല അച്ഛമ്മേ, എനിക്ക് പോയിട്ട് അർജന്റ് കാര്യമുണ്ട്, ഞാൻ ഇന്ന് തന്നെ പോകുന്നിങ്ങനെ പറയാ കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, എന്തായാലും നീ ഇന്ന് പോയി ആരെയും തല്ലിക്കൊല്ലാനായിട്ട് അങ്ങോട്ട് ധൃതി വെച്ച് പോകണ്ട, ഇന്ന് എന്തായാലും ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറയാ കേട്ടോ. അങ്ങനെ വേദയുടെ കയ്യിൽ അച്ഛമ്മ ഒരു ഗ്ലാസ് ബദാമും നട്ട്സും ഒക്കെ ഇട്ട് കാച്ചിയ പാലിങ്ങനെ കൊടുത്തു വിടുന്നുണ്ട്. എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്, മോളെ ഇത് നീ വിക്രമിനെ കൊണ്ട് കുടിപ്പിക്കണം, അപ്പോൾ പിന്നെ അവൻ നല്ല ഉഷാറായിക്കോളും എന്നിങ്ങനെ പറഞ്ഞിട്ട് നാണത്തോടെ ചിരിച്ചുകൊണ്ട് വേദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദ ആ പാലുമായിട്ട് വിക്രമിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രു ഈ പാലങ്ങ് കുടിച്ചാട്ടെ എന്നിങ്ങനെ പറയാണ്, എനിക്കെങ്ങും വേണ്ട നിന്റെ പാല്, ഒന്ന് കൊണ്ടുപോടി എന്ന് പറഞ്ഞിട്ട് വിക്രം ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അതെ, നിങ്ങൾക്ക് പാല് കൊണ്ട് തരാനൊന്നും എനിക്കിഷ്ടം ഉണ്ടായിട്ടല്ല, ഇത് അച്ഛമ്മ തന്നു വിട്ടതാ, വേണമെങ്കിൽ കുടിക്കുന്ന ഇങ്ങനെ പറയാട്ടോ, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നാ പിന്നെ ഞാൻ അച്ഛമ്മയെ തന്നെ വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ട് അച്ഛമ്മേന്നിങ്ങനെ വേദ വിളിക്കുകയാണ്. അപ്പോഴേക്കും വേണ്ട നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് വിക്രം ആ പാല് വാങ്ങി കുടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രാത്രിയാകുമ്പോഴേക്കും വേദയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിൽ കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീ താഴെയല്ലേ കിടക്കേണ്ടത്, താഴോട്ട് ഇറങ്ങി കിടക്കടി, ഇത് എൻ്റെ അച്ഛമ്മയുടെ കട്ടില, ഞാൻ ആ കട്ടിൽ കിടക്കുന്നതെന്ന് ഇങ്ങനെ പറയാട്ടോ. അയ്യോ ഇതേ നിങ്ങളുടെ കട്ടിലാണെന്ന് പേരെഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ, വേണമെങ്കിൽ ഞാൻ അച്ഛമ്മയോട് ചോദിക്കാം ഞാൻ എവിടെയാ കിടക്കേണ്ടതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ അച്ഛമ്മയെന്ന് വിളിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടാതിരിക്കാവോ, ഞാനേ തറയിൽ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രമാണെങ്കിൽ തറയിൽ ഷീറ്റൊക്കെ വിരിച്ചിട്ട് കിടക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി താങ്ക് യു വിക്രു, ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് തന്നതിനെന്ന് പറഞ്ഞിട്ട് കിടക്കാനായിട്ട് പോവാട്ടോ. അപ്പോഴേക്കും നമ്മുടെ വിക്രമാണെങ്കിൽ നമ്മുടെ വേദയുടെ കയ്യിലിങ്ങനെ ബലമായിട്ട് പിടിച്ചു വെക്കുന്നുണ്ട്. എന്താടി നിന്റെ കുഴപ്പം എന്താന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ബലം പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പെട്ടെന്ന് തന്നെ കയ്യിൽ കയറി പിടിക്കുമ്പോഴേക്കും നമ്മുടെ വേദ വിക്രമിന്റെ കണ്ണിലിങ്ങനെ നോക്കുന്നുണ്ട്. വിക്രം പെട്ടെന്ന് വേദയുടെ കണ്ണി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ വിക്രം കൈ ഇങ്ങനെ വിടിവിച്ചുകൊണ്ട് തന്നെ പോയി കട്ടിൽ കിടക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി കിടന്നുറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും അച്ഛമ്മ വന്നിട്ട് എല്ലാവരെയും തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ആരും എഴുന്നേക്കുന്നില്ല കേട്ടോ. അങ്ങനെ അച്ഛമ്മ ഹോൾ കൊണ്ടുവന്നിട്ട് ഒരു പടക്കം അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ വരുമ്പോൾ നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിന്നേക്ക് ഉണർത്തണമെങ്കിൽ ഇനി പന്നിപ്പടക്കം കൊണ്ട് വെക്കണമെന്നാണ് തോന്നുന്നത്, എല്ലാവരും എഴുന്നേറ്റ് രാവിലെ വന്നേ, എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കണം, ഇവിടം ഫുള്ള് ക്ലീൻ ചെയ്യണമെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും വിനായകൻ ചോദിക്കുന്നതാണ്, അല്ല മുത്തശ്ശി എന്താ ഈ പറയുന്നത്, ക്ലീനിങ്ങും ഫുഡ് ഉണ്ടാക്കലൊക്കെ സ്ത്രീകളുടെ ജോലിയല്ലേ, ഓഹോ അപ്പോൾ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം അവർ മാത്രമല്ലല്ലോ കഴിക്കുന്നത്, നിങ്ങളും കൂടിയല്ലേ, ചുമ്മാ ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കണ്ട, എല്ലാവരും കൂടി ഈ വീട്ടിലെ ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിനായകനാണെങ്കിൽ നാണിച്ചിങ്ങനെ തല താഴ്ത്തി നിൽക്കുക കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അതേ
ഇതെൻ്റെ വീടാണ്, ഇവിടെ ആണെന്നും പെണ്ണെന്നും ഒന്നും യാതൊരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പണിയെടുക്കണം, എല്ലാവരും ഒരുപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് അച്ഛമ്മ ഓരോരുത്തർക്കായിട്ട് ഓരോരോ ഡ്യൂട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ എപ്പിസോഡിൽ അച്ഛമ്മയുടെ വീടാണ്, ഭയങ്കര വൈബായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അച്ഛമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.